ഉണക്കച്ചെമ്മീൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് അച്ചാറിടണേന്ന് നോക്കുക. ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലും കാലും ഒക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കുക. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം, അധികം വെള്ളം കുടിക്കരുത്. എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ട് ആണ് ഞാൻ വറുത്തെടുക്കണത്. പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും, വേഗം തന്നെ കോരിയെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. കുറച്ച് ദിവസം ഇരിക്കാനുള്ളതാണല്ലോ ഈ അച്ചാർ. നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പം അധികം എരിവില്ലാതെ കിട്ടും, നല്ല കളറും കിട്ടും. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ചാണകപ്പുളിയാണ് കേട്ടോ. ഒരു പുളി രസത്തിന് വേണ്ടി കുറച്ച് ചാണകപ്പുളി വെള്ളത്തിലിട്ടിട്ട് നല്ല കട്ടിയിൽ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരപ്പൊക്കെ കൂടി നന്നായിട്ടൊന്ന് വറ്റിക്കഴിയുമ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നന്നായിട്ടൊന്ന് ഉണക്കച്ചെമ്മീൻ പിടിക്കണമല്ലോ. പിന്നെ ചീത്തയാകാതിരിക്കാനായിട്ട് ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ അച്ചാർ അടിപൊളിയാകും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.